യെസ്. അപ്പോൾ അടുത്ത ചാപ്റ്റർ രണ്ട് തിയറി ക്വസ്റ്റ്യൻസ് ഉള്ള ഒരു കുഞ്ഞു ചാപ്റ്റർ. ഒരു കണക്കിന് നോക്കുവാണെങ്കിൽ രണ്ടിനെ വേണമെങ്കിൽ നമുക്ക് കണക്ട് ചെയ്തുകൊണ്ട് തന്നെ പഠിക്കാം. ഓക്കെ, ഒന്ന് വാട്ട് ആർ ദ സ്റ്റേജസ് ഓഫ് ഓഡിറ്റ് ആൻഡ് വാട്ട് ആർ ദ പ്രാക്ടിക്കൽ സ്റ്റെപ്സ് ഓഫ് ഓഡിറ്റ്. രണ്ടും കുറേ കാര്യങ്ങളാണ്, അല്ലെങ്കിൽ ഒരേ കാര്യങ്ങൾ തന്നെയാണ് പറയണേ. ഒരു ചെറിയൊരു എളുപ്പ വഴിയും കൂടെ പറഞ്ഞുതരാം, ഓർത്ത് വയ്ക്കാൻ. ഓക്കെ, നോർമലി നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രോസസ്സിൻ്റെയും എല്ലാ ഓഡിറ്റിങ്ങിൻ്റെയും 3 സ്റ്റേജസ് എന്ന് പറയുന്നത് ഒബ്വിയസ്ലി പ്ലാനിങ് ആയിരിക്കും, അത് പെർഫോമിംഗ് ആണ്, അത് റിപ്പോർട്ട് ചെയ്യണം അല്ലേ. പ്ലാൻ ചെയ്യുക, അതായത് നിങ്ങൾക്ക് ഒരു ഓഡിറ്റ് വർക്ക് കിട്ടിയാൽ, ആ സെൻറ്റൻസ് ഒന്ന് ഓർത്ത് വെച്ചേക്കെ, നിങ്ങൾക്ക് ഒരു ഓഡിറ്റ് വർക്ക് കിട്ടിയാൽ അത് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്യണം. ഓക്കെ, ആൻഡ് സെക്കൻഡ് വൺ, രണ്ടാമത്തെ എന്ന് പറയുന്നത് അത് നോർമലി അത് പെർഫോം ചെയ്യുക. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് സീരിയസ്ലി അത് എന്ത് ചെയ്യണം, ആരാണോ നമ്മുടെ ഈ ഓഡിറ്റിംഗ് വർക്ക് ഏൽപ്പിച്ചിരിക്കുന്നത് അവർക്ക് നമ്മുടെ കൺക്ലൂഷൻസ് സജഷൻസും എല്ലാം കൂടെ ചേർന്ന് റിപ്പോർട്ട് ചെയ്യണം അല്ലേ. സോ ആദ്യത്തെ തിയറി ക്വസ്റ്റ്യൻസിനകത്ത് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ടതും ഈ പറയുന്ന സ്റ്റേജസ് ആണെങ്കിൽ പ്ലാനിങ്ങിനകത്ത് നോക്കി അണ്ടർസ്റ്റാൻഡിംഗ് എൻറ്റിറ്റി ആൻഡ് ഇറ്റ്സ് എൻവയോൺമെന്റ്. ഏതാണ് എൻറ്റിറ്റി, അവരുടെ എൻവയോൺമെന്റ് എങ്ങനെയാണ്, അവരുടെ മറ്റേ റെഗുലേറ്റർ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക. റിസ്ക് ഐഡന്റിഫിക്കേഷൻ സ്ട്രാറ്റജി ആൻഡ് റിസ്ക് ആൻഡ് മെറ്റീരിയാലിറ്റി അസസ്മെന്റ്. എന്താണ് നമ്മൾ ചെയ്യേണ്ടത്, ഏതിനാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്, എവിടുന്നാണ് നമ്മൾ തുടങ്ങേണ്ടത് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്യുന്നതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് പെർഫോം ചെയ്യണം. പെർഫോം മീൻസ് നോക്കി ആദ്യം എക്സിക്യൂട്ട് ചെയ്യുക. ഈ പ്ലാൻ ചെയ്ത കാര്യങ്ങൾ പ്രോപ്പറായിട്ട് നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റണം അല്ലേ. ആ എക്സിക്യൂഷന് വേണ്ടിയിട്ടുള്ള നമ്മൾ ഒരു ഡീറ്റെയിൽ സ്റ്റെപ്സ് തയ്യാറാക്കണം. ഇറ്റ്സ് കോൾഡ് ഓഡിറ്റ് പ്രൊസീജിയേഴ്സ്. ആൻഡ് എന്താണ് അതിൽ നിന്ന് കിട്ടിയിരിക്കുന്ന എവിഡൻസ്, അല്ലെങ്കിൽ നിങ്ങൾ കളക്ട് ചെയ്തിരിക്കുന്ന എവിഡൻസിൽ നിന്ന് നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റുന്ന റെക്കമെൻഡേഷൻസ് എന്താണ്, സജഷൻസ് എന്താണ്. ഇറ്റ്സ് കോൾഡ് ഓഡിറ്റ് ഫൈൻഡിങ്സ്. ഈ കിട്ടിയ സാധനം ആർക്ക് റിപ്പോർട്ട് ചെയ്യുക, ഈ പറയുന്ന ആരാണോ നിങ്ങളെ ഓഡിറ്റിംഗ് ഏൽപ്പിച്ചിരിക്കുന്നത് അവർക്ക് റിപ്പോർട്ട് ചെയ്യാം. ഇതാണ് നമുക്ക് ഓഡിറ്റിംഗ് സ്റ്റേജസ് ആയിട്ട് പറഞ്ഞത്. ഇതേ സാധനം തന്നെയാണ് നിങ്ങൾക്ക് പ്രാക്ടിക്കൽ സ്റ്റെപ്സ് ആയിട്ട് പറഞ്ഞത്. ഞാൻ നേരത്തെ ശ്രദ്ധിക്കാൻ പറഞ്ഞൊരു പോയിന്റ് അല്ലേ, എന്താ, നിങ്ങൾക്ക് ആ ഓഡിറ്ററുടെ കയ്യിൽ നിന്ന് ഓഡിറ്റിംഗ് വർക്ക് കിട്ടിയാലല്ലേ പ്ലാൻ ചെയ്യണ്ടോ. സോ ഇവിടെ ഓഡിറ്റ് വർക്ക് കിട്ടുന്നതിന് മുമ്പ് നിങ്ങൾ ഒരു 3 കാര്യങ്ങൾക്കും കൂടെ ഇമ്പോർട്ടൻസ് കൊടുക്കണം. മനസ്സിലായോ? ദീസ് ആർ ദ 3 പ്രാക്ടിക്കൽ സ്റ്റെപ്സ്. അത് എന്തൊക്കെയാണെന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആൻഡ് അടുത്തതിനകത്ത് പെർഫോമൻസും റിപ്പോർട്ടിങ്ങും, ഇത് രണ്ടിനെയും കൂടെ നമ്മൾ ഒരു സിംഗിൾ സ്റ്റെപ്പായിട്ടാണ് ട്രീറ്റ് ചെയ്യുക. ഓക്കെ, ആൻഡ് ലാസ്റ്റ് സ്റ്റേജിനകത്ത് നിങ്ങൾ ഈ ഓഡിറ്റ് വർക്കിന്റെ കാര്യങ്ങളെല്ലാം നിങ്ങൾ എന്ത് ചെയ്യുന്നു, ഡോക്യുമെന്റേഷൻ ആയിട്ട് എടുത്തു വെക്കുന്നു. ഡോക്യുമെന്റേഷൻ മീൻസ് ഈ പറയുന്ന ഓഡിറ്റ് വർക്കിന്റെ പ്ലാനിങ് സ്റ്റേജ് തൊട്ട് അതിന്റെ റിപ്പോർട്ടിങ്സും ഫൈൻഡിങ്സും കിട്ടുന്നത് വരെയുള്ള എൻറ്റയർ സ്റ്റെപ്സ് അതിന് നമ്മൾ എന്തായിട്ട് ട്രീറ്റ് ചെയ്യണം, ഈ പറയുന്നത് പോലെ നമ്മുടെ ഡോക്യുമെന്റേഷൻ ആയിട്ട് ട്രീറ്റ് ചെയ്യണം. സോ പ്രാക്ടിക്കൽ സ്റ്റെപ്സിലോട്ട് കിടക്കുമ്പോൾ പ്ലാനിങ്ങിന് മുമ്പ് 3 സ്റ്റെപ്പ്, ആൻഡ് 4ാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് പ്ലാനിങ്, 5ാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് പെർഫോമൻസ് റിപ്പോർട്ടിംഗ് കൂടെ ഒരുമിച്ച്, ആൻഡ് 6ാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് അതിന്റെ ഡോക്യുമെന്റേഷൻസ്. ക്ലിയർ? സോ ഇനി നോക്കി അടുത്തത്, ദീസ് ആർ ദ പ്രാക്ടിക്കൽ സ്റ്റെപ്സ്. അതിനകത്ത് ആദ്യത്തെ നമ്മൾ പറഞ്ഞ ഒബ്ജക്റ്റീവ്സ് ഓഫ് ദ ഓഡിറ്റ് ആൻഡ് മാനേജ്മെന്റ് ഔട്ട്ലുക്ക്. എന്തിനു വേണ്ടിയിട്ടാണ് ഓഡിറ്റ്, ഈ പറയുന്ന പോലെ സ്റ്റാറ്റ്യൂട്ടറി പർപ്പസിന് വേണ്ടി മാത്രമാണോ, അതായത് അതർവൈസ് ഇനി പ്രോഫിറ്റ് കൂട്ടാനാണോ, അല്ലെങ്കിൽ പ്രൊഡക്റ്റിൻ്റെ ഡൈവേഴ്സിഫിക്കേഷൻ ആണോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്പെസിഫിക് ഏരിയക്കകത്തുള്ള റിസ്ക് ഐഡന്റിഫിക്കേഷൻ ആണോ, അങ്ങനെ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഓഡിറ്റ് ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കേണ്ടതാണ് ആദ്യത്തെ. മനസ്സിലായി? അതായത് നിങ്ങൾക്കൊരു കമ്പനിയുടെ ഓഡിറ്റിംഗ് വർക്ക് കിട്ടുന്നു, നിങ്ങൾ ഒബ്വിയസ്ലി ആദ്യം ചിന്തിക്കുന്നത് എന്തായിരിക്കും, എന്താണ് അല്ലെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ് ഓഡിറ്റ്, അത് നമുക്ക് ചെയ്യാൻ ക്യാപ്പബിൾ ആണോ എന്ന് നമ്മൾ നോക്കുന്നതാണ് ഫസ്റ്റ് പ്രോസസ്. ആൻഡ് സെക്കൻഡ് സ്റ്റേജസ് എന്ന് പറയുന്നതാണ് പ്രീ കണ്ടീഷൻസ്. മനസ്സിലായി? അങ്ങനെ ഒരു ഓഡിറ്റ് വർക്ക് കിട്ടിയാൽ അത് നമ്മൾ ഓക്കെ എന്ന് പറയുന്നതിന് മുമ്പ് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ എന്ത് ചെയ്യണം, പ്രീ പ്ലാൻ ചെയ്യണം. ഓക്കെ, അതിനാണ് പ്രീ കണ്ടീഷൻസ് എന്ന് പറയുന്നത്. ആൻഡ് തേർഡ് സ്റ്റെപ്സിനകത്താണ് നമ്മൾ പറയുന്നത്, ഇത് രണ്ടും ഓക്കെ ആണെങ്കിൽ നമുക്കിത് ചെയ്യാൻ പറ്റുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ നമ്മൾ ആരെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്യുന്നു, ഈ പറയുന്ന എൻറ്റിറ്റിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്യുന്നു. ഓക്കെ, അവരുടെ പ്രൊഡക്റ്റുകൾ എന്തൊക്കെയാണ്, അവരുടെ കീ മാനേജർ പേഴ്സൺസ് ആരൊക്കെയാണ്, അങ്ങനെ കമ്പനിയുടെ എൻറ്റയർ ആയിട്ടുള്ള ഡീറ്റെയിൽസ് ഇൻക്ലൂഡിംഗ് ടാക്സിൻ്റെ ഡീറ്റെയിൽസ്, GSTയുടെ ഡീറ്റെയിൽസ്, പ്രൊഡക്ഷൻ്റെ ഡീറ്റെയിൽസ്, മെഷീനറിയുടെ കപ്പാസിറ്റിയുടെ ഡീറ്റെയിൽസ്, അങ്ങനെ ഒരു കോസ്റ്റ് ഷീറ്റ് വരയ്ക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പ്ലാൻ ചെയ്യാം. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് വൺ ഇസ് കോൾഡ് എക്സിക്യൂഷൻ. ഹിയർ എക്സിക്യൂഷൻ മീൻസ് പെർഫോം ചെയ്യണം, പ്ലസ് അതിനെ റിപ്പോർട്ട് ചെയ്യണം. ആൻഡ് ദ ലാസ്റ്റ് സ്റ്റെപ്പിനകത്ത് നിങ്ങൾ അത് എന്തായിട്ട് എടുത്ത് വെക്കണം, ഡോക്യുമെന്റേഷൻ ആയിട്ട് എടുത്ത് വെക്കണം. മറ്റതിനേക്കാൾ കൂടുതൽ, സ്റ്റേജസിനേക്കാൾ കൂടുതൽ 7 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ളത് ഏതായിരിക്കും, ഈ പറയുന്ന പ്രാക്ടിക്കൽ സ്റ്റെപ്സ് ആയിരിക്കും. എഴുതാവുന്നതല്ലേ ഉള്ളൂ. ആ പറഞ്ഞ സെൻറ്റൻസ് മാത്രം ഒന്ന് ഓർത്തിരിച്ചാൽ മതി. ഏതാ, ഈ പറയുന്ന ഓഡിറ്റിംഗ് കിട്ടിയാലേ നമ്മൾ പ്ലാനിങ് തുടങ്ങും. കിട്ടുന്നതിന് മുമ്പ് നമുക്ക് 3 കാര്യങ്ങളും കൂടെ ചെക്ക് ചെയ്യണം. ക്ലിയർ? സോ മേ ബി ചോദിക്കുകയാണെങ്കിൽ തന്നെ ഐ ഡോണ്ട് തിങ്ക് സോ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഈ പറയുന്ന ഏതെങ്കിലും 2 എണ്ണം ആയിരിക്കും. അപ്പം ചുമ്മാ ഒന്ന് പറഞ്ഞു, ഓക്കെ 3 സ്റ്റേജസ് എന്ന് പറയുന്നത് പ്ലാൻ ചെയ്യുന്നു, അത് പെർഫോം ചെയ്യുന്നു, റിപ്പോർട്ട് ചെയ്യുന്നു അല്ലേ. ആ പ്ലാനിങ് ചെയ്യുന്നതിന് മുമ്പ് നമുക്കിത് കിട്ടണം, ഏത് ഓഡിറ്റിംഗ് വർക്ക് കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ 3 സ്റ്റെപ്സ് പറഞ്ഞത്. ആദ്യം അതിൻ്റെ ഒബ്ജക്റ്റീവ്സ്, എന്തിനു വേണ്ടിയിട്ടാണ് ഓഡിറ്റിംഗ് നോക്കുന്നു, ആൻഡ് വാട്ട് ആർ ദ പ്രീ കണ്ടീഷൻസ്, മാനേജ്മെൻറ്റ് ഔട്ട്ലുക്ക് എങ്ങനെയാണ്, അവർ ഈ പറയുന്ന പോലെ കോസ്റ്റ് റെക്കോർഡ്സ് എല്ലാം മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടോ എന്ന് നമ്മൾ നോക്കാം. അവർ അഡോപ്റ്റ് ചെയ്തിരിക്കുന്ന കോസ്റ്റിംഗ് പോളിസീസ് പെർഫെക്റ്റ് ആണോ നോക്കണം. അവർ ഈ പറയുന്ന കോസ്റ്റ് റെക്കോർഡ്സിൻ്റെ ബുക്സ് കീപ്പ് ചെയ്തിട്ടുണ്ടോ നോക്കണം. ഇതിൻ്റെ റെഗുലേറ്ററി ഫ്രെയിം വർക്ക് എപ്പോഴാണ് ഇത് സ്റ്റാറ്റ്യൂട്ടറി ആയിട്ട് സബ്മിറ്റ് ചെയ്യേണ്ടത്. അങ്ങനെ
ഒരു ഓഡിറ്റിങ്ങിന് ഓക്കെ എന്ന് പറയുന്നതിന് മുമ്പ് ഇൻക്ലൂഡിങ് മറ്റേ ഏത് ഫിനാൻഷ്യൽ പ്ലാൻ, നമ്മുടെ പൈസയുടെ കാര്യങ്ങളും എല്ലാം പറഞ്ഞ് സെറ്റാക്കി ഓഡിറ്റ് എൻഗേജ്മെൻറ്റ് ലെറ്റർ തയ്യാറാക്കുന്നവരുള്ള എല്ലാ കാര്യങ്ങളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് പ്രീ കണ്ടീഷൻസ് എന്ന് പറയുന്നത്. ആൻഡ് തേർഡ് സ്റ്റേജസ് എന്ന് പറയുന്നത് അണ്ടർസ്റ്റാൻഡിങ് ദ കമ്പനീസ് ബിസിനസ്. അങ്ങനെ ഒരു പോയിന്റ് ചോദിച്ചാൽ നിങ്ങൾക്ക് എന്തും എഴുതാം. ഒരു കമ്പനിയുടെ ഡീറ്റെയിൽസ് ആയിട്ട് കമ്പനി ഏത് സ്റ്റാറ്റ്യൂട്ടറി റെഗുലേറ്ററുടെ കീഴിലാണ് പറഞ്ഞത്, കമ്പനിയുടെ മറ്റേ മിഷനറിയുടെ ഡീറ്റെയിൽസ്, അതിൻ്റെ കപ്പാസിറ്റി യൂട്ടിലൈസേഷൻ ഡീറ്റെയിൽസ്, പ്രൊഡക്റ്റ് ഡീറ്റെയിൽസ്, അങ്ങനെ കംപ്ലീറ്റ് ഒരു എൻറ്റിറ്റിനെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അതിനകത്ത് എഴുതാം. പ്ലാൻ ചെയ്യാം, എക്സിക്യൂട്ട് ചെയ്യുന്നതിനകത്ത് ഇത് മറക്കാതിരുന്നാൽ മതി. പെർഫോം ചെയ്യും വേണം, റിപ്പോർട്ട് ചെയ്യണം. ആൻഡ് ഫ്രം ദ ബിഗിനിങ് ടു ദ എൻഡ് എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ഡോക്യുമെൻറ്റ്സ് ആയിട്ട് എടുത്തു വയ്ക്കുന്നതിന് നമുക്ക് ഓഡിറ്റ് ഡോക്യുമെൻറ്റേഷൻ ആയിട്ട് പറയാം. ക്ലിയർ? എഴുതാൻ പറ്റുന്ന ഒരു കുഞ്ഞു ചാപ്റ്റർ ഏതെങ്കിലും ഒരെണ്ണം ചോദിക്കുവാണെങ്കിൽ അന്ന് തകർത്തേക്ക്. ഓക്കെ, അപ്പോൾ ശരി.